അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സർഗവസന്തം പെയ്യുന്ന ഈ വേളയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവിന് ഹിദമത്തെടുത്ത മകന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഓ നാദാ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഓ മൂസാ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചി വെട്ടുകാരനാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ മാത്രം സ്വാലിഹായൊരു ഇറച്ചി വെട്ടുകാരൻ ആ ഗ്രാമത്തിൽ ഇല്ല എന്നായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ മറുപടി. അവിടം വിട്ട് വീണ്ടും യാത്രയായി. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ കടയുടെ അടുത്തേക്ക് പോയി. ഇതല്ലായിരിക്കും എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി അല്പം മാറി നിന്നു. അല്പസമയങ്ങൾക്ക് ശേഷം വീണ്ടും മുന്നോട്ട് തന്നെ വന്നു നിന്നു. അദ്ദേഹം ധാരാളം ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നുണ്ടായിരുന്നു. അല്പം മാംസം മാത്രം മാറ്റിവെച്ച് അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാൻ ഒരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അങ്ങ് മിസ്രിൽ നിന്നാണ് വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോകാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് പോകരുത്, അങ്ങ് ഇന്നത്തെ എൻ്റെ അതിഥിയാണ്. അങ്ങനെ രണ്ടുപേരും യാത്രയായി. നടന്ന് ഒരു അടഞ്ഞു കിടക്കുന്ന വീടിന് മുന്നിലെത്തി. അദ്ദേഹം കതക് തള്ളി തുറന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. താൻ കൊണ്ടുവന്ന ഇറച്ചിയുമായി അദ്ദേഹം അടുക്കളയിലേക്ക് പോയി അത് കഴുകി വൃത്തിയാക്കി അടുപ്പിലാക്കി. അല്പസമയങ്ങൾക്ക് ശേഷം അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് താൻ പാകം ചെയ്ത മാംസവുമായി വന്ന് അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കളല്ലാതെ ഇവിടെ മറ്റാരുമില്ലേ? ഉണ്ടി എന്ന മറുപടിയുമായി അദ്ദേഹം വീണ്ടും അകത്തേക്ക് തന്നെ പോയി. അല്പസമയങ്ങൾക്കു ശേഷം ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങിയെടുത്ത് അതാ വരുന്നു. ആ മാതാവിനെ ഒരു കസേരയിലിരുത്തി എങ്ങനെയാണോ ഒരു പിഞ്ചു കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത് അതുപോലെ നൽകി. ഒരു ഇറച്ചി കഷ്ണം എടുത്ത് കയ്യിൽ വെച്ച് മയപ്പെടുത്തിയതിനു ശേഷം ആ മാതാവിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അല്പം വെള്ളം കൊടുത്തു. ആ മാതാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പുതുവസ്ത്രം അണിയിപ്പിച്ചു. ആ മാതാവ് കിടക്കുന്ന വിസർജ്യ വസ്തുക്കളെല്ലാം മാറ്റി ശുദ്ധിയാക്കി. അങ്ങനെ അദ്ദേഹം വെളിയിൽ പോയപ്പോൾ ആ മാതാവിന്റെ അധരങ്ങൾ ചലിക്കുന്നുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ശ്രദ്ധിച്ചു കേട്ടു. എന്താണെന്നറിയുമോ കൂട്ടുകാരെ? യാ റബ്ബന, എൻ്റെ ഈ സ്വജാവസ്ഥയിലും എന്നെ പൊന്നു പോലെ നോക്കുന്ന എൻ്റെ പൊന്നു മകനെ നീ സ്വർഗത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊപ്പം കൂട്ടണേ അല്ലാ. ഇത് കേട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷഭരിതനായി ആ ചെറുപ്പക്കാരനെ വിളിച്ച് അടുക്കളയിലേക്ക് പോയി പറഞ്ഞു, മകനെ, ഞാൻ ആരാണെന്നറിയുമോ? ഇല്ല, അന ഖലീലുല്ലാഹി മൂസ, ഞാൻ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് മകനെ. ഇത് കേട്ട അദ്ദേഹം സന്തോഷത്തോടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വിട്ട് സലാം പറഞ്ഞിറങ്ങി. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? നമ്മുടെ മാതാപിതാക്കൾക്ക് ധാരാളം ഹിദ്മത്തെടുക്കാനും അവരുടെ പ്രാർത്ഥന അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. അതിനാൽ മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും കുട്ടിയ മക്കളിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.